ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വീക്കെൻഡ് ബി എസ് സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ റെഗുലേഷൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 10 വരെയുള്ള റെഗുലേഷൻസ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലും അത് ആവർത്തിച്ച് പറഞ്ഞതാണ്. നമ്മളിത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വേരിയസ് ഡ്രൈവറിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് തന്നെ ഇതിനകത്ത് നിന്ന് വരും. അതേപോലെ തന്നെ ഫയർമാൻ, പോലീസ് ഡ്രൈവറുകൾക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യതയുള്ള പോർഷൻ റെഗുലേഷനാണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് കൺഫ്യൂസ് ആകാതിരിക്കാൻ മനസ്സിലാക്കി തന്നെ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള റെഗുലേഷൻസ് ഒന്ന് നോക്കാം. ഇനി നമുക്ക് പഠിക്കാൻ പോണത് 11ാമത്തെ റെഗുലേഷനാണ്. ഈ ഒരു 11ാമത്തെ റെഗുലേഷനിൽ പറയുന്നത് അടയാളങ്ങളുടെ സൂചന, അതായത് നമ്മുടെ ഇൻഡിക്കേഷൻസ്, വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ പോലെയുള്ള അടയാളങ്ങൾ, അതുകൂടാതെ ഹാൻഡ് സിഗ്നൽ, അതേപോലെയുള്ള കാര്യങ്ങളാണ് ഈ റെഗുലേഷൻ 19 വരുന്നത്. ഓക്കെ, ആദ്യമായിട്ട് തന്നെ പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ദിശ ചേഞ്ച് ചെയ്യണം, വലത്തോട്ട് പോകണം, ഇടത്തോട്ട് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന് നമ്മൾ കൃത്യമായിട്ടുള്ള അടയാളം കാണിച്ചിരിക്കണം. നമുക്കിപ്പം പുതിയ വാഹനങ്ങളിലെല്ലാം എന്തുണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്. വലത്തോട്ട് തിരിയാനായിട്ട് വലത്തോട്ട് തിരിയുന്ന ഇൻഡിക്കേറ്റർ ഇടാം, ഇടത്തോട്ട് തിരിയാനായിട്ട് ഇടത്തോട്ട് തിരിയുന്ന ഇൻഡിക്കേറ്റർ ഇടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അത് കൃത്യസമയത്ത് ഉപയോഗിക്കുക. നമ്മൾ എവിടെയാണോ വാഹനം തിരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന് കുറച്ച് ഒരു 50 മീറ്ററൊക്കെ മുമ്പായിട്ട് തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് അത് സൂചിപ്പിക്കുക. അത് സൂചിപ്പിച്ചതിന് ശേഷം കൃത്യമായിട്ട് നോക്കി എടുക്കുക. അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ആ സിഗ്നലുകളെ പറ്റിയിട്ടും ഹാൻഡ് സിഗ്നലുകളെ പറ്റിയിട്ടുമൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഇപ്പം പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇൻഡിക്കേറ്റർ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ പോലത്തെ ഏതെങ്കിലും ഉപകരണങ്ങളൊക്കെ തകരാറിലായാലോ നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ് ഹാൻഡ് സിഗ്നലുകൾ. നേരത്തെ ഒരു 5 ഹാൻഡ് സിഗ്നലുകൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ റെഗുലേഷനിൽ ഇപ്പം പുതുതായിട്ട് റെഗുലേഷൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് 4 ഹാൻഡ് സിഗ്നലുകളെ പറയുന്നുള്ളൂ. വലത്തോട്ട് തിരിയാനുള്ള ഹാൻഡ് സിഗ്നൽ, ഇടത്തോട്ട് തിരിയാനുള്ള ഹാൻഡ് സിഗ്നൽ, പിന്നെ വാഹനം നിർത്താൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഹാൻഡ് സിഗ്നൽ, പിന്നെ ഓവർടേക്ക് ചെയ്യാനുള്ള ഹാൻഡ് സിഗ്നൽ. ഇങ്ങനെ 4 സിഗ്നലായിരുന്നു. നേരത്തെ ഒരു സ്ലോ ഡൗൺ എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു, കൈ താഴോട്ടും മുകളിലോട്ടും പൊന്തിച്ചിട്ടുള്ള. അപ്പോൾ അതിപ്പം നിലവിൽ ഈ ഒരു റെഗുലേഷനിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ 4 ഹാൻഡ് സിഗ്നൽ ഉണ്ടെന്ന് തന്നെ പഠിച്ചിരിക്കുക. റെഗുലേഷനിൽ 4 എണ്ണേ പറയുന്നുള്ളൂ. അപ്പോൾ 4 ഹാൻഡ് സിഗ്നലുകൾ ഏതൊക്കെയാണ്? വലത്തോട്ട് തിരിയുക, 2 ഇടത്തോട്ട് തിരിയുക, 3 സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഹാൻഡ് സിഗ്നൽ, ഓവർടേക്ക് ചെയ്യാനുള്ള ഹാൻഡ് സിഗ്നൽ, അങ്ങനെ 4 ഹാൻഡ് സിഗ്നലുകൾ. അപ്പോൾ ഓരോ സിഗ്നലുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം വലത്തോട്ട് തിരിയാനുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. വലത്തോട്ട് തിരിയാനുള്ളത് ഇപ്പോൾ ഫിഗറിൽ കാണാം. വലത്തോട്ട് തിരിയാനായിട്ട് നമ്മുടെ വലത് കൈ പുറത്തോട്ട് നേരെ ഇട്ട്, അതാണ് വലത്തോട്ട് തിരിയാനുള്ള ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുമ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ടത് കൈ തിരശ്ചീനമായിട്ടാണ് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ കൈപ്പത്തി ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. കൈപ്പത്തി ഫ്രണ്ടിലോട്ട്, കൈ തിരശ്ചീനമായാണ് വലത്തോട്ട് തിരിയാനുള്ള സിഗ്നൽ നമ്മൾ കാണിക്കുന്നത്. അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചിലർ ഇങ്ങനെ കൈപ്പത്തി താഴോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കാറുണ്ട്. അങ്ങനെയല്ല, കൈപ്പത്തി ഇത് കണ്ടില്ല, ഈ ഫിഗറിനകത്ത് കാണുന്ന പോലെ കൈപ്പത്തി ഫ്രണ്ടിലോട്ട് മുന്നോട്ട് തിരിച്ച് വെച്ചിരിക്കുന്നത് പോലെയാണ് കൈ ഇരിക്കേണ്ടത്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഇടത്തോട്ടുള്ള തിരിയൽ. ഓക്കെ, നമ്മളിപ്പം ബൈക്കിൽ പോകുമ്പോഴത്തേന് ചിലപ്പം കാണാൻ, അല്ല സ്കൂട്ടറിൽ പോകുമ്പം കാണാവുന്നതാണ്, ഇടത്തോട്ട് തിരിയാനായിട്ട് പലരും ഇടത് സൈഡിലോട്ട് നീക്കി, വലത് സിഗ്നൽ കൊടുക്കുന്നത് പോലെ തന്നെ ഇടത് സൈഡിലോട്ട് നീക്കി സിഗ്നൽ കൊടുക്കാറുണ്ട്. അത് തികച്ചും തെറ്റാണ്. കാരണം നമ്മുടെ ഒരു ഹാൻഡ് സിഗ്നലുകളും ഇടത് കൈ കൊണ്ടില്ല. സിഗ്നലുകളെല്ലാം വലത് കൈ മാത്രം ഉപയോഗിച്ചാണ്. കാരണം ഇപ്പം നമ്മളൊരു സിഗ്നൽ കൊടുത്താൽ എല്ലാ വാഹനങ്ങൾക്കും ഒരേ സിഗ്നലായിരിക്കണം. ഇപ്പം നമ്മൾ ബൈക്ക് ഓടിക്കുന്നവർക്ക് ഇടത് കൈ കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം ഇടത്തോട്ട് തിരിയാനായിട്ടാണ് മനസ്സിലാക്കാം. പക്ഷേ കാറിനകത്തോ ഒരു ലോറിക്കകത്തോ ഇരിക്കുന്നയാളെ ഇടത് കൈ നീട്ടിയ പുറകിലിരിക്കുന്നയാൾക്ക് കാണാവോ? ഇല്ല. അതുകൊണ്ടാണ് ഈ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള സിഗ്നലുകൾ വേണ്ടതുകൊണ്ട് തന്നെ വലത് കൈ മാത്രം ഉപയോഗിച്ചുള്ള സിഗ്നലുകളെ ഉള്ളൂ. അപ്പോൾ ഇടത് കൈ സിഗ്നലിന് ഉപയോഗിക്കത്തില്ലെന്നുള്ള കാര്യവും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇടത്തോട്ട് തിരിയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലത് കൈ പുറത്തോട്ടിട്ട് റൗണ്ട് ചെയ്യുക. ഇങ്ങനെ ഇതിനെ നമ്മളിപ്പോൾ ഒരു ക്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ക്ലോക്ക് ഇങ്ങനെയാണ് ക്ലോക്ക് വരുന്നത്. അപ്പം ക്ലോക്കിൻ്റെ സൂചി ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെയല്ല ക്ലോക്കിൻ്റെ സൂചി പോകുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ്, അതിനെയാണ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. കൈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കണം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കണം. അപ്പം ഇടത്തോട്ട് തിരിയാനായിട്ടുള്ള സൂചനയാണ്. ഇടത്തോട്ട് തിരിയാനായിട്ട് എന്ത് ചെയ്യണം? ഡ്രൈവർ തൻ്റെ വലത് കൈ പുറത്തോട്ട് നീട്ടി ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ കറക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ?
ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിൻ്റെ സൂചികൾ എങ്ങോട്ടാണോ കറങ്ങുന്നത് അതാണ് ക്ലോക്ക് വൈസ്. അപ്പോൾ അതിന് നേരെ വിപരീതമായി അതാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. ആ വാക്ക് ഓർത്തിരിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ കറക്കണം. ഓക്കെ, ഇനി അടുത്തത് വാഹനം നിർത്താനായിട്ട്. ഈ ഒരു സംഭവം നമ്മൾ വാഹനം നിർത്താൻ പോകുകയാണ്, ഉടനെ നമ്മൾ വാഹനം നിർത്തുമെന്ന് സൂചിപ്പിക്കാനായിട്ട്, പുറകെ വരുന്ന വാഹനങ്ങളെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ നിർത്തൽ സൈൻ ഉപയോഗിക്കുന്നത്. അതിന് നമ്മുടെ കൈ നേരെ കുത്തനെ ഉയർത്തിപ്പിടിക്കുക. ഇപ്പം കാണുന്ന പോലെ തന്നെ ഒരു 90 ഡിഗ്രിയിൽ കുത്തനെ ഉയർത്തിപ്പിടിക്കുക. ഇവിടെയും കണ്ടോണം കൈപ്പത്തി എങ്ങനെയാണ്, കൈപ്പത്തി ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു 90 ഡിഗ്രി ആംഗിൾ വരുന്ന രീതിയിൽ, 90 ഡിഗ്രി ആംഗിൾ വരുന്ന രീതിയിൽ കുത്തനെ പിടിക്കുന്നതിനെയാണ് നമ്മൾ നിർത്താൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്ന സിഗ്നൽ. ഓക്കെ, അത് ക്ലിയർ ആയി വരുന്നു. ഇനി നാലാമത്തെ സിഗ്നൽ ഓവർടേക്ക് ചെയ്യാനായിട്ട്. അതായത് നമ്മളൊരു വാഹനം ഓടിക്കുന്നു, പുറകിൽ വരുന്ന വാഹനം നമ്മുടെ വാഹനത്തെ കടന്ന് പൊക്കോ എന്ന് കാണിക്കാനായിട്ടുള്ളൊരു സിഗ്നൽ. നമ്മൾ സാധാരണഗതിയിൽ കൈ പുറത്തോട്ടിട്ട് ചുമ്മാ കൈയുടെ വിരൽ അനക്കിയാണ് ഓവർടേക്കിങ്ങിൻ്റെ സിഗ്നൽ കാണിക്കാറുള്ളത്. പക്ഷേ നിയമപരമായിട്ടുള്ള സിഗ്നൽ അങ്ങനെയല്ല. നമ്മുടെ വലത് കൈ നേരെ മുഴുവനും കൈത്തണ്ട നിവർത്തി നേരെ വാഹനത്തിൻ്റെ പുറത്തോട്ടിടുക. അതിനുശേഷം അർദ്ധവൃത്താകൃതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ സെമി സർക്കിൾ, അർദ്ധവൃത്താകൃതിയിൽ കൈ പിന്നോട്ടും മുന്നോട്ടും കറക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ കൈ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു ലെവലിൽ ഇങ്ങോട്ട് പോവുക, തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് പോവുക, തിരിച്ചും ഇങ്ങോട്ട് പോവുക. അങ്ങനെയാണ് സിഗ്നൽ വരുന്നത്. അതായത് ഓർത്തിരിക്കുക, എഴുത്തിൽ വരുമ്പം അർദ്ധവൃത്താകൃതിയിൽ മുന്നോട്ടും പിന്നോട്ടും പോകുക എന്നാണ് പറയുന്നത്. അർദ്ധവൃത്താകൃതിയിൽ മുന്നോട്ടും പിന്നോട്ടും പോകുക മനസ്സിലാക്കിയിരിക്കുക. കൈ വെളിയിലോട്ടിട്ടിട്ട് ഒരു അർദ്ധവൃത്തത്തിൻ്റെ ആകൃതിയിൽ കൈ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ പുറകോട്ട് പോകും, അവിടെ നിന്ന് വീണ്ടും നേരെ മുന്നോട്ട് വരും, പുറകോട്ട് പോകും, മുന്നോട്ട് വരും. അങ്ങനെയാണ്, ആ രീതിയിലാണ്. ഇതൊക്കെ 3 തവണ കാണിക്കണമെന്നാണ് പറയപ്പെടുന്നത്. റെഗുലേഷനിൽ അങ്ങനെ പറയുന്നില്ല, 3 തവണയാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ഓവർടേക്ക് ചെയ്യാനുള്ള സിഗ്നൽ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് റെഗുലേഷനിൽ 11 പറയുന്നത്. അപ്പം അത് നമ്മൾ അതിനകത്ത് പറയുന്നത് ഒന്നുകൂടെ ചുരുക്കി പറയാം. നമ്മുടെ റോഡ് വാഹനത്തിൽ സിഗ്നൽ കാണിക്കാനുള്ള സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അതില്ലാത്തപ്പോഴോ അത് കേടുവരുന്ന സന്ദർഭങ്ങളിലോ ഒക്കെ ഹാൻഡ് സിഗ്നൽ ഉപയോഗിക്കാം. ഹാൻഡ് സിഗ്നൽ 4 തരം: വലത്തോട്ട് തിരിയുക, ഇടത്തോട്ട് തിരിയുക, ഓവർടേക്ക് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ 4 സിഗ്നലുകളാണുള്ളതെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇനി അടുത്തത് റെഗുലേഷൻ 12 ട്രാഫിക് നിയന്ത്രണ സിഗ്നലുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ഓരോ ജംഗ്ഷനിലും അതേപോലെ തന്നെ പ്രധാന റോഡുകളിലും ഒക്കെ ഇരിക്കുന്ന 3 കളറുള്ള സിഗ്നലുകൾ: റെഡ്, ഗ്രീന്, ഒരു ആംബർ എന്നാണ് പറയുന്നത്, ഒരു ഓറഞ്ച് കളറ്, അതിനെ ആംബർ കളർ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ 3 കളറിലുള്ള ആ സിഗ്നലുകൾ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ എക്സാമിന് 2 എക്സാമിനും ചോദിച്ചായിരുന്നു അതിനെ പറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മൾ ആദ്യത്തെ പോയിൻ്റായിട്ട് അറിയേണ്ടത് ഒരു ട്രാഫിക് കൺട്രോൾ സിഗ്നലിനെ, ഇതിൻ്റെ പേരെന്താണ്, ട്രാഫിക് കൺട്രോൾ സിഗ്നൽ അല്ലെങ്കിൽ ട്രാഫിക് നിയന്ത്രണ സിഗ്നൽ. അതിനെ സമീപിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കണം. അതേപോലെ തന്നെ ട്രാഫിക് നിയന്ത്രണ സിഗ്നലുകളിൽ എന്ത് സിഗ്നലാണോ നൽകിയിരിക്കുന്നത് അത് അനുസരിക്കുകയും വേണം. സിഗ്നലുകളും അതെന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പോൾ ഇതാണ് പറയുന്നത്, നമ്മളൊരു ട്രാഫിക് കൺട്രോൾ സിഗ്നലിനെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ വാഹനം സ്ലോ ആക്കുക. അതിനുശേഷം ഏത് സിഗ്നലാണോ അപ്പം ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്നത് ആ സിഗ്നലിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. നമുക്കപ്പോൾ ഓരോ സിഗ്നലായിട്ട് നോക്കാം. ഇനി ആദ്യം പറയുന്നത് ചുവപ്പ് ട്രാഫിക് സിഗ്നൽ, വാഹനം നിർത്താനുള്ള സിഗ്നലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളിലൂടെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ചുവന്ന ട്രാഫിക് സിഗ്നൽ വാഹനം നിർത്താനായിട്ട് സൂചിപ്പിക്കുന്ന ഒരു സിഗ്നലാണ് ചുവന്ന ട്രാഫിക് സിഗ്നൽ. ഇപ്പോൾ ഫിഗറിൽ കാണാം ചുവന്ന ഒരു ട്രാഫിക് സിഗ്നൽ. 2 ചുവപ്പ് ലൈറ്റ് ഒന്നും ഉണ്ടാകത്തില്ല, AI ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജാണ്. അതുകൊണ്ടാണ് അങ്ങനെ 2 ലൈറ്റൊക്കെ വന്നിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഒരു ലൈറ്റാണ് വരുന്നത്. 2 രീതി വരാം. ചുമല ലൈറ്റ് കത്തി നിൽക്കാം, അല്ലെങ്കിൽ ചുമല ലൈറ്റ് മിന്നി നിൽക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് കത്തി നിൽക്കുന്ന ട്രാഫിക് സിഗ്നൽ, റെഡ് സിഗ്നൽ പൂർണ്ണമായിട്ടും കത്തി നിൽക്കുന്ന സാഹചര്യം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഒരു ജംഗ്ഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാന റോഡുകളിലോ ഒക്കെ ആയിരിക്കും ഈ റെഡ് സിഗ്നലുകൾ കത്തി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേന് ഈ ഒരു സിഗ്നൽ കാണുമ്പോഴത്തേന് പല രീതിയിലാണ് നമ്മൾ വാഹനം നിർത്തുന്നത് വരുന്നത്.
ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇതിനകത്ത് ഇതാണ് പെഡസ്ട്രിയൽ ക്രോസിംഗ് അല്ലെങ്കിൽ കാൽനട യാത്രക്കാർക്ക് നടക്കാനുള്ള ഒരു സംഭവം. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റോപ്പ് ലൈൻ വരച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അടയാളങ്ങളെല്ലാം റോഡിൽ മാർക്കഡാണ്. അപ്പോൾ സ്റ്റോപ്പ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഹനം സ്റ്റോപ്പ് ലൈനിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊണ്ടുപോയിട്ട് നിർത്താം. അതാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ സ്റ്റോപ്പ് ലൈൻ കാണുന്നില്ലെങ്കിൽ നമ്മൾ പെഡസ്ട്രിയൽ ക്രോസിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം ഫ്രണ്ടിൽ ഒരു സ്റ്റോപ്പ് ലൈൻ നമ്മൾ ഊഹിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വാഹനം നിർത്തും. ഇനി പെഡസ്ട്രിയൽ ക്രോസിംഗും ഇല്ലെങ്കിൽ നമുക്ക് സിഗ്നൽ കാണാവുന്ന രീതിയിൽ സിഗ്നലിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ഭാഗത്ത് നമ്മുടെ ഒരു ലോജിക്ക് വെച്ചിട്ട് നമ്മൾ വാഹനം നിർത്തുക. അപ്പോൾ അങ്ങനെയാണ് 3 കാര്യങ്ങൾ വരുന്നത്. സ്റ്റോപ്പ് ലൈൻ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ലൈനിൽ നിർത്തുക. സ്റ്റോപ്പ് ലൈൻ ഇല്ല, പെഡസ്ട്രിയൽ ക്രോസിംഗ് മാത്രമേ ഉള്ളെങ്കിൽ പെഡസ്ട്രിയൽ ക്രോസിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിർത്തുക. ഒരിക്കലും പെഡസ്ട്രിയൽ ക്രോസിങ്ങിൻ്റെ മുകളിൽ വാഹനം കൊണ്ട് നിർത്താനായിട്ട് പാടില്ല. അല്ലെ സീബ്ര ക്രോസിൻ്റെ മുകളിൽ വാഹനം നിർത്താൻ പാടില്ല. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാത്രമേ നിർത്താൻ പാടുള്ളൂ. ഇനി പെഡസ്ട്രിയൽ ക്രോസിംഗ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അറിയാമല്ലോ, വാഹനം ഒരു സിഗ്നലിൻ്റെ താഴെയായിട്ട് ഒരു ഫിക്സഡ് ദൂരത്തിൽ വേറെ മെയിൻ റോഡിലോട്ട് കയറാത്ത രീതിയിലൊക്കെ വാഹനം നിർത്തുക. അപ്പോൾ അതാണ് ചുവന്ന ട്രാഫിക് ലൈറ്റ് കത്തി നിന്നാലുള്ള സംഭവം. കത്തി നിന്നാൽ നമ്മൾ വാഹനം അവിടെ നിർത്തിയിടുക. അതിനുശേഷം എപ്പോഴാണോ പച്ച ലൈറ്റ് കത്തുന്നത് അപ്പോൾ മാത്രം വാഹനം എടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പം പച്ച ലൈറ്റിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്തതിൽ പറയാം. അപ്പോൾ ഓർക്കുക, ചുമല ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ വാഹനം നിർത്തുക. സ്റ്റോപ്പ് ലൈൻ ഉണ്ട്, സ്റ്റോപ്പ് ലൈനിൻ്റെ ഫ്രണ്ടിൽ. സ്റ്റോപ്പ് ലൈൻ ഇല്ല, പെഡസ്ട്രിയൽ ക്രോസിങ്ങിൻ്റെ ഫ്രണ്ടിൽ. പെഡസ്ട്രിയൽ ക്രോസിങ്ങും ഇല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഒരു സിഗ്നലിൻ്റെ താഴെയായിട്ട് അറിയാവുന്ന ഒരു അളവിൽ ആ വാഹനം നിർത്തിയിടുക. പച്ച സിഗ്നൽ കാണിക്കുമ്പം പോകുക. അതാണ് പച്ച സിഗ്നൽ കത്തി നിൽക്കുമ്പോഴുള്ളത്. ഇനി മിന്നി ഫ്ലാഷായിട്ട് ഉള്ള ചുമല സിഗ്നൽ, അത് ഫുൾ ടൈം ചുമല ഇങ്ങനെ മിന്നിക്കൊണ്ടേയിരിക്കും. സിഗ്നലിന് മാറ്റമോ വേറെ കളറോ ഒന്നും വരത്തില്ല. ഫുൾ ടൈം ഇങ്ങനെ ചുമല കളർ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതായിരുന്നു കഴിഞ്ഞ പോലീസ് ഡ്രൈവറിന് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പം മിന്നുന്ന ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ ചുമല ലൈറ്റ് കാണുന്ന പോലെ തന്നെ, മിന്നാത്ത ലൈറ്റ് കാണുന്ന പോലെ തന്നെ നമ്മൾ എവിടെയാണോ വാഹനം നിർത്തേണ്ടത് അവിടെ കൃത്യമായിട്ട് വാഹനം നിർത്തുക. അതിനുശേഷം നമ്മുടെ പ്രധാന റോഡിൽ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും എല്ലാം മുൻഗണന നൽകി അല്ലെങ്കിൽ ഗീവ് വേ നൽകിയ ശേഷം മാത്രം കടന്നു പോകുക. ക്ലിയർ ആയല്ലോ? മിന്നുന്ന ലൈറ്റ് കണ്ടാൽ എന്ത് ചെയ്യണം? വാഹനം നിർത്തണം. പക്ഷേ പച്ച തെളിയത്തില്ല. അവിടെ പച്ച തെളിയുന്നിടം വരെ നിർത്തുക എന്നുള്ളതല്ല. മിന്നുന്ന കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ വാഹനം നിർത്തണം. നിർത്തിയ ശേഷം പ്രധാന റോഡൊന്ന് ചെക്ക് ചെയ്യുക. അവിടെ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ, ഇപ്പം വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് റൈറ്റ് ഓഫ് വേ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ആ പോകാനുള്ള അവസരം നൽകുക. അതിനുശേഷം സിഗ്നൽ മാറത്തൊന്നുമില്ല, നമുക്ക് നോക്കി അപകടം ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ട് പോകും. പക്ഷെ നിർത്താതെ നിർത്താതെ നമുക്ക് അവിടെ വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പോകാൻ പറ്റത്തില്ല. നിർത്തിയിട്ടേ പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് പച്ച ട്രാഫിക് സിഗ്നൽ. പച്ച ട്രാഫിക് സിഗ്നൽ കാണിച്ചാൽ നമ്മൾ പറഞ്ഞു ഒരു വാഹനം നിർത്താനായിട്ട് ചുമല സിഗ്നൽ, അതിനുശേഷം പച്ച സിഗ്നൽ കാണുമ്പോഴത്തേന് നമുക്ക് വാഹനം മുമ്പിലോട്ടെടുത്ത് പോകാനായിട്ട് സാധിക്കും. അപ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളൊരു റോഡിലെ അഭിമുഖീകരിക്കുമ്പോൾ അവിടെ ഒരു പച്ച സിഗ്നൽ കത്തിയിരുന്നാലും നമ്മൾ ആ ഫ്രണ്ടിലെ മെയിൻ റോഡ് ക്ലിയർ ആണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ആ റോഡിലോട്ട് പ്രവേശിക്കാൻ പാടുള്ളൂ. കാരണം പെട്ടെന്ന് പച്ച ലൈറ്റ് കത്തുമ്പോൾ ചിലപ്പോൾ നേരത്തെ റോഡിലുള്ള വാഹനങ്ങൾ അതിലെ പോകുന്നു കാണും, അവർക്ക് വഴി നൽകുക. അല്ലെങ്കിൽ ഏതെങ്കിലും കാൽനട യാത്രക്കാർക്കുണ്ടെങ്കിൽ അവർ അതെല്ലാം ക്ലിയർ ആയിട്ട് വീക്ഷിച്ച ശേഷം മാത്രമേ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പച്ച ലൈറ്റ് നമുക്ക് പോകാമെന്നുള്ള സിഗ്നൽ ആണെന്നുള്ള ഒരു ഇതിൽ നേരെ ഒന്നും നോക്കാതെ ഫ്രണ്ടിലോട്ട് എടുക്കരുത്. റോഡ് ക്ലിയർ ആണെങ്കിൽ മാത്രം വാഹനം ഫ്രണ്ടിലോട്ട് എടുക്കുക. അതാണ് ആദ്യത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്. പിന്നെ അടുത്തായിട്ടുള്ളത് ചിലപ്പോൾ നമ്മുടെ ഈ പച്ച സിഗ്നൽ, ഇവിടെ ഒരു പച്ച സിഗ്നൽ, ഇത് റൗണ്ടായിട്ട് തന്നെ കരുതുക. ഇവിടെ ഒരു പച്ച സിഗ്നലുണ്ട്. അതിന് താഴെ ഓരോ റൗണ്ടിൽ ഇങ്ങനെ ഓരോ പച്ച ആരോകൾ കാണും. വലത്തോട്ടാരോ ഇടത്തോട്ടാരോ അങ്ങനെ ഓരോ ആരോകൾ കാണും പച്ച കളറിൽ തന്നെ. അപ്പോൾ ഈ പച്ച ലൈറ്റ് കത്തുന്ന കൂട്ടത്തിൽ തന്നെ ഈ പച്ച ആരോകളും കത്തും. അപ്പോൾ ആരോ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോയിൽ പച്ച കളർ ഉണ്ടെങ്കിൽ ആ ദിശയിൽ മാത്രമേ വാഹനം ഓടിക്കാനായിട്ട് പാടുള്ളൂ. ഈ പച്ച സിഗ്നലിന് താഴെ ഏതെങ്കിലും സൈഡിലോട്ടുള്ള ആരോ പച്ച കളറിൽ കത്തുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തോട്ട് മാത്രമേ വാഹനം ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളൊരു സിഗ്നൽ പച്ച കത്തുമ്പോൾ ആദ്യം രണ്ട് സൈഡിലോട്ട് ഇപ്പോൾ ഇങ്ങോട്ടും പോകാനുള്ള പച്ച കത്തിയിട്ട് കാണും. അതിനുശേഷം ചിലപ്പോൾ ഒരു സൈഡിലെ പച്ച ഓഫ് ആകും. അതിനുശേഷം പിന്നെ അങ്ങോട്ട് വാഹനം പോകാനായിട്ട് പാടില്ല പച്ച കത്തി നിന്നാലും. പിന്നെ ഇടത്തോട്ടുള്ള അതാണ് പച്ച കത്തി നിൽക്കുന്നെങ്കിൽ അങ്ങോട്ട് മാത്രമേ പോകാനായിട്ട് പാടുള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് ഒത്തിരി പറയേണ്ട കാര്യമില്ലെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ അതാണ് പച്ച സിഗ്നലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇനി അടുത്തതായിട്ട് ഈ പച്ച ആരോ ഈ ഫ്ലാഷായിട്ട് മിന്നിയാണ് കത്തുന്നതെങ്കിൽ, പച്ച ആരോ മിന്നിയാണ് കത്തുന്നതെങ്കിൽ അതിനെ അഭിമുഖീകരിക്കുന്ന ഡ്രൈവർ അല്ലെങ്കിൽ അതിന് നേരെ വരുന്ന ഡ്രൈവർ എന്ത് ചെയ്യണം? കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും
വന്നു ചേരുന്ന വാഹനങ്ങൾക്കും ഒക്കെ വഴി നൽകിയ ശേഷം മാത്രമേ ആ വശത്തേക്ക് വാഹനം തിരിക്കാവൂ. മിന്നിയുള്ള ലൈറ്റ് ആണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അവിടെ കാൽനടയാത്രക്കാരോ വേറെ എന്തെങ്കിലും വാഹനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന നൽകിയ ശേഷം ഫ്രണ്ടിലോട്ട് പോകുക. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ആംബർ ട്രാഫിക് ലൈറ്റ്. ഈ ഓറഞ്ച് കളറിലെ മഞ്ഞ കളറിലുള്ള ലൈറ്റിനെയാണ് പറയുന്നത് ആംബർ ട്രാഫിക് ലൈറ്റ്. ഈ ഒരു ലൈറ്റ് എപ്പോഴാണ് തെളിയുന്നത്? ഈ ഒരു ലൈറ്റ് തെളിയുന്നത് നമ്മുടെ പച്ച സിഗ്നൽ നിന്ന് ചുമലയിലോട്ട് പോകുന്ന സമയത്താണ്. ഒരു വാഹനം നിർത്താനായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ആംബർ ലൈറ്റ് ഉപയോഗിക്കുന്നത്. പച്ച കഴിഞ്ഞു, ഇനി ഉടനെ ചുമല കത്തും, വാഹനം നിർത്തൂ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആംബർ ലൈറ്റ് കത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആംബർ ലൈറ്റ് കാണുമ്പോൾ നമ്മൾ റെഡ് സിഗ്നൽ കാണുന്ന പോലെ തന്നെ വാഹനം അവിടെ നിർത്തണം. നിർത്തേണ്ട സ്ഥലങ്ങൾ അറിയാലോ. ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ലൈൻ ഉണ്ട്, സ്റ്റോപ്പ് ലൈനിൻ്റെ ഫ്രണ്ടിൽ, സ്റ്റോപ്പ് ലൈൻ ഇല്ല പെഡസ്ട്രിയൽ ക്രോസിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ട്, പെഡസ്ട്രിയൽ ക്രോസിങ്ങും ഇല്ലെങ്കിൽ നമുക്ക് ഒരു സിഗ്നലിൻ്റെ താഴെയായിട്ട് നിശ്ചിത ദൂരത്തിൽ വാഹനം നിർത്തുക. അപ്പോൾ ആംബർ ലൈറ്റിങ് കത്തി നിൽക്കുന്ന ആംബർ ലൈറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഫിഗറിൽ കാണുന്ന പോലെ ഒരു മഞ്ഞ വെട്ടം കത്തി നിൽക്കുമ്പോൾ വാഹനം നിർത്തുക. നിർത്തിയതിന് ശേഷം നമ്മൾ നിർത്തി കഴിയുമ്പം റെഡ് ലൈറ്റ് വീഴും. അങ്ങനെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. പിന്നെ വരുന്നത് ഫ്ലാഷായിട്ട് വരുന്ന ഈ ആംബർ ലൈറ്റാണ്. ആംബർ ലൈറ്റ് ഫ്ലാഷായിട്ടാണ് കത്തുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ വരുന്ന വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുകയും രണ്ട് സൈഡും ക്ലിയർ ആണോ എന്ന് നോക്കുകയും അതിനുശേഷം പോവുകയും ചെയ്യും. അപ്പോൾ റെഡ് മിന്നിയുള്ള ലൈറ്റിനും അതേപോലെ തന്നെ ആംബർ ലൈറ്റ് മിന്നിയുള്ള ലൈറ്റിനും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയോ? റെഡാണ് മിന്നി കത്തുന്നതെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് അവിടെ വാഹനം നിർത്തണം. നിർത്തിയ ശേഷം രണ്ട് സൈഡും നോക്കി എല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പിച്ചിട്ട് ഫ്രണ്ടിലോട്ട് പോകും. ഇനി ആംബർ ലൈറ്റാണ് കത്തുന്നതെങ്കിൽ അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. പക്ഷേ എന്ത് ചെയ്യണം? വേഗത കുറയ്ക്കണം, റോഡ് ക്ലിയർ ആണോ എന്ന് നോക്കണം. ക്ലിയർ ആണെങ്കിൽ മാത്രം മുമ്പോട്ട് പോകണം. അതാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത്. റെഡാണെങ്കിൽ നിർത്തണം, ആംബർ ലൈറ്റാണ് വേഗത കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതും ക്വസ്റ്റ്യൻ വരാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അത് നല്ലതായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് റെഗുലേഷൻ 13 മാനുവൽ ട്രാഫിക് നിയന്ത്രണം. നമ്മൾ കഴിഞ്ഞ റെഗുലേഷൻ 12 പഠിച്ചത് ഒരു സിഗ്നൽ വെച്ചുള്ള നിയന്ത്രണമായിരുന്നു. 13 പറയുന്നത് മാനുവൽ ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ട്രാഫിക് ഉദ്യോഗസ്ഥൻ ട്രാഫിക് നിയന്ത്രിക്കുന്നതിനെയാണ് മാനുവൽ ട്രാഫിക് നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിനകത്ത് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃതമായിട്ടുള്ള ഒരു വ്യക്തിയോ റോഡ് നിയന്ത്രിക്കുന്ന വശം നമ്മൾ അയാളെ അഭിമുഖീകരിക്കുമ്പോഴത്തേന് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുകയും അദ്ദേഹം എന്ത് അടയാളങ്ങളാണോ നൽകുന്നത്, എന്ത് നിർദ്ദേശങ്ങളാണോ നൽകുന്നത് അതനുസരിക്കുകയും വേണമെന്നാണ് ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്. ഒരു യൂണിഫോമിലുള്ള പോലീസുകാരനോ അല്ലെങ്കിൽ ഒരു അംഗീകൃത വ്യക്തിയോ റോഡ് അടയാളങ്ങൾ കാണിക്കുന്ന സമയത്ത് നമ്മൾ വാഹനങ്ങൾ വേഗത കുറയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിക്കുകയും വേണം. ഇനി അടുത്തതായിട്ട് അയാൾ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് സിഗ്നൽ, ഇതേപോലെയല്ല, ഒരു സ്റ്റോപ്പിൻ്റെ ഒരു ചെറിയ സാധനം കയ്യിൽ വെക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പ് സിഗ്നലായിട്ടൊരു കൈ കാണിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചാൽ അതിൻ്റെ മീനിങ് നമ്മുടെ റെഡ് ലൈറ്റ് കത്തി നിൽക്കുമ്പോൾ നമ്മൾ എന്താണോ ചെയ്തത് ആ കാര്യങ്ങൾ തന്നെ ഇവിടെ ചെയ്യുക. സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരു പോലീസുകാർ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റേ റോഡിൽ ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ, സ്റ്റോപ്പ് ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ വാഹനം നിർത്തുക, ഇല്ലെങ്കിൽ പെഡസ്ട്രിയൽ ക്രോസിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിർത്തുക. അതും ഇല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ദൂരത്തിൽ നമ്മുടെ അറിയാവുന്ന പോലെ ആ വാഹനം നിർത്തുക. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുമ്പോൾ എന്താണോ അത് തന്നെ ഈ പോലീസുകാരെ സ്റ്റോപ്പ് കാണിക്കുമ്പോഴും നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ച് വാഹനം നിർത്തിക്കഴിഞ്ഞാൽ എപ്പോഴാണോ അദ്ദേഹം മുമ്പോട്ട് പോകാൻ പറയുന്നത് അല്ലെങ്കിൽ വാഹനം പൊക്കോളാൻ പറയുന്ന ആ സമയം വരെ നമ്മൾ അവിടെ വാഹനം നിർത്തിയിരിക്കണം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം കിട്ടിയിട്ട് മാത്രമേ വാഹനം മുമ്പോട്ട് നീക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ആ കാര്യമാണ് ഈ ഒരു റെഗുലേഷൻ 13 പറയുന്നത്. ഇനി റെഗുലേഷൻ 14 മറികടക്കൽ അല്ലെങ്കിൽ ഓവർടേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്കത് നോക്കാം. എൻ്റെ ആദ്യത്തെ പോയിന്റ് തന്നെ പറയുന്നത് നിയമവിരുദ്ധമായി മറികടക്കാൻ പാടില്ല. അപ്പം നമുക്ക് നിയമത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ലംഘിക്കുന്ന രീതിയിൽ ഒരിക്കലും ഒരു വാഹനത്തെ മറികടക്കാനായിട്ട് പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറികടക്കാൻ പാടില്ലാത്ത ഓവർടേക്കിംഗ് നിരോധിത മേഖലകളുണ്ട്. ഓവർടേക്കിംഗ് ചെയ്യുമ്പോൾ നമ്മളൊരു ഒരു റോഡിലെ വേഗതയുണ്ട്, ഒരു പറഞ്ഞിരിക്കുന്ന വേഗതയുണ്ട്, അതിൽ കൂടുതലാവുമെങ്കിൽ ഓവർടേക്ക് ചെയ്യില്ല. അതേപോലെ നിയമവിരുദ്ധമാകുന്ന രീതിയിൽ ഒരിക്കലും വാഹനം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ അടുത്തായിട്ട് പറയുന്നത് എല്ലാ വാഹനവും, ഒരു വാഹനം വലതുവശത്തു കൂടി മാത്രമേ മറികടക്കാവൂ. നമുക്കറിയാം നമ്മൾ വാഹനങ്ങൾ സാധാരണഗതിയിൽ മറികടക്കുന്നത് വലതുവശം വഴിയാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ ഇടതുവഴി മറികടക്കാം. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇടതുവഴി മറികടക്കാനായിട്ട് സാധിക്കേണ്ടത്? ഇപ്പോൾ ഒരു മൾട്ടി വേ ആണെന്ന് വെക്കുക.
നമ്മൾ പഠിച്ചപ്പം പറഞ്ഞായിരുന്നു ക്യാരിയേജ് വേ പഠിച്ചപ്പം പറഞ്ഞായിരുന്നു മൾട്ടിപ്പിൾ ലൈനുള്ള ക്യാരിയേജ് വേ. ഇങ്ങനെ മൾട്ടിപ്പിൾ ലൈന്, അപ്പോൾ ഇതിലൂടെ കൂടെ ഒരു വാഹനം ഓടുകയാണ്. അപ്പോൾ ഇതിനെ മറികടക്കാനായിട്ട് നമുക്ക് ഈ ഒരു പാത ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ വേയിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്, മൾട്ടിപ്പിൾ ക്യാരിയേജ് വേയിൽ ഈ ഒരു ഇടത് പാത ക്ലിയർ ആണ്, സുരക്ഷിതമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടത് പാതയിലൂടെ മറികടക്കാനായിട്ട് സാധിക്കും. അപ്പം ഓർക്കുക, വാഹനം മറികടക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വാഹനം വലത് പാതയിലൂടെ നീങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ ഇടത് പാത സുരക്ഷിതമായതുകൊണ്ട് ഇടത് പാത വഴി നമുക്ക് മറികടക്കാം. ഇനി അതുപോലെ തന്നെ നമ്മളൊരു റോഡിൽ കൂടെ വാഹനം ഓടിക്കുകയാണ്. റോഡിൽ കൂടെ വാഹനം ഓടിച്ച് പോകുമ്പോഴത്തേന് ഒരു വാഹനം വലത്തോട്ട് തിരിയാനായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിൻ്റെ നടുഭാഗത്ത് വന്ന് നിൽക്കുന്ന ഒരു സന്ദർഭം. ആ വാഹനം ഇടത്തോട്ട് തിരിയാനായിട്ട് പോവുകയാണ്. അതിന് റോഡിൻ്റെ സെൻറ്ററിൽ വന്ന് നിൽക്കുന്ന സമയത്തും നമുക്ക് ഇതേപോലെ സുരക്ഷിതമാണെങ്കിൽ ഇടത് സൈഡ് വഴി ഓവർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? ഒരു വാഹനം വലത്തോട്ട് തിരിയാനോ അല്ലെങ്കിൽ യൂ ടേൺ എടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട് വലത് പാതയിലോട്ട് സിഗ്നൽ കാണിച്ചതിന് ശേഷം നിർത്തിയിട്ടിരിക്കുന്ന സന്ദർഭത്തിലൊക്കെ അല്ലെങ്കിൽ നീങ്ങുന്ന സന്ദർഭത്തിലൊക്കെ സുരക്ഷിതമാണെങ്കിൽ നമുക്ക് ഇടത് പാത വഴി ഓവർടേക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഓവർടേക്ക് ചെയ്യപ്പെടേണ്ട വാഹനം നിശ്ചലമായിരിക്കും. ഒരു റോഡിൽ നമ്മുടെ ഒരു വാഹനം ഫ്രണ്ടിൽ പോണ ഒരു വാഹനം നിർത്തിയിട്ടേക്കും. ഒരു വലത് ലൈനിലോട് ചേർന്ന് വാഹനം നിന്ന് കിടക്കുവാണ്. വലത് ലൈനിലാണ് വാഹനം നിന്ന് കിടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ഈ വാഹനം നിന്ന് കിടക്കുന്നത്. എന്തെങ്കിലും കംപ്ലൈൻറ്റുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് വാഹനം വലത് ലൈനിൽ നിന്ന് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇടത് വഴി കൂടെ സേഫായിട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓവർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം ഇതിനകത്ത് പറഞ്ഞത് സാധാരണഗതിയിൽ വാഹനം വലതുവശം വഴി മാത്രമേ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. പക്ഷേ 3 സന്ദർഭങ്ങളിൽ ഇടതുവശം വഴി ഓവർടേക്ക് ചെയ്യാം. ഏതൊക്കെയാണ് ആ സന്ദർഭങ്ങൾ? മൾട്ടി ലൈനിൽ കൂടെ ഒരു വലത് സൈഡിൽ കൂടെ മൾട്ടി ലൈനിൽ വലതുവശത്തൂടെ ഒരു വാഹനം പോകുമ്പോൾ അതിനെ ഇടത് സൈഡിൽ കൂടെ സുരക്ഷിതമാണെങ്കിൽ ഓവർടേക്ക് ചെയ്യാം. രണ്ടാമതായിട്ട് ഒരു വാഹനം വലത്തോട്ട് തിരിയാനോ യൂ ടേൺ എടുക്കാനോ ഒക്കെ ആയിട്ട് സിഗ്നൽ നൽകിയ ശേഷം റോഡിൻ്റെ മധ്യഭാഗത്തോ അല്ലെങ്കിൽ വലത്തോട്ടോ നീങ്ങിക്കഴിയുമ്പം ഇടതുവഴി സുരക്ഷിതമെങ്കിൽ ഓവർടേക്ക് ചെയ്യാം. അടുത്തതായിട്ട് ഓവർടേക്ക് ചെയ്യപ്പെടേണ്ട വാഹനം നിശ്ചലമായിരിക്കുമ്പോഴും അത് വലത് ലൈനിൽ തുടരുമ്പോഴും നമുക്ക് ഇടത് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യുന്നത് സേഫ് ആണെങ്കിൽ ഓവർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇനി അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത്, നമ്മളൊരു ഓവർടേക്ക് ചെയ്ത് ചെല്ലുമ്പോൾ അതൊരു എതിരെ വരുന്ന വാഹനങ്ങൾക്ക്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാനായിട്ട് പാടില്ല എന്നും ഈ റെഗുലേഷനിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം, നമുക്കൊരു വാഹനത്തെ മറികടക്കണമെങ്കിൽ അതിനേക്കാളും കൂടിയ സ്പീഡിൽ വാഹനം ഓടിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ അത് വേഗതയുടെ ഒരു നിയമലംഘനമാകാനും പാടില്ല എന്ന് ഈ റെഗുലേഷൻ അനുശാസിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരു വാഹനം ഫ്രണ്ടിൽ കൂടെ ഓടുന്നു, അത് 60 കിലോമീറ്ററിലാണ് ആ വാഹനം ഓടുന്നത്. അപ്പോൾ ആ ഒരു റോഡിലെ മാക്സിമം വേഗത സിഗ്നൽ വഴി സൂചിപ്പിച്ചിരിക്കുന്നത് 60 കിലോമീറ്റർ ആണെന്ന് വെക്കുക. അപ്പോൾ ഈ 60 കിലോമീറ്ററിൽ ഓടുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ 60 കിലോമീറ്ററിലും കൂടിയ വേഗതയിൽ വാഹനം ഓടിച്ചാൽ മാത്രമേ നമുക്ക് ആ വാഹനത്തെ മറികടക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ 60 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ ആ റോഡിൽ ഓടിക്കുന്നത് നിയമലംഘനമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഓവർടേക്കിംഗ് പാടില്ല എന്നാണ് ഈ ഒരു റെഗുലേഷനിൽ അനുശാസിക്കുന്നത്. ഇനി അടുത്തത് ഇതിനകത്ത് പറയുന്നത് വാഹനങ്ങൾ മറികടക്കാൻ അല്ലെങ്കിൽ ഓവർടേക്കിംഗ് പാടില്ലാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന്. ഒന്നാമതായിട്ട് പറയുന്നത്, ഗതാഗത സാഹചര്യം വ്യക്തമല്ലെങ്കിൽ, നമ്മുടെ ഫ്രണ്ടിലുള്ള വാഹനങ്ങളെയോ അല്ലെങ്കിൽ എതിരെ വരുന്ന വാഹനങ്ങളെയോ കൃത്യമായിട്ട് കാണാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഓവർടേക്ക് ചെയ്യരുത് എന്നാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ഇനി എവിടെയെങ്കിലും ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഓവർടേക്കിംഗ് നിരോധിത സിഗ്നൽ എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വാഹനം ഓവർടേക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഓവർടേക്കിംഗ് നിരോധിച്ചിരിക്കുന്ന സിഗ്നൽ ഉപയോഗിച്ച് ഓവർടേക്കിംഗ് എവിടെയെങ്കിലും നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓവർടേക്കിംഗ് പാടില്ല. ഇനി അടുത്തത്, സോളിഡ് ലൈനുകൾ മുറിച്ച് കിടക്കരുത്. നമ്മൾ ലൈൻ ട്രാഫിക് പഠിച്ചായിരുന്നു. സോളിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈനുകൾ, റോഡിൽ തുടർച്ചയായിട്ട് വരച്ചിട്ടുള്ള വെള്ളയോ മഞ്ഞയോ ഒറ്റയോ ഇരട്ടയോ ലൈനുകളെ ഒരിക്കലും ഒരു വാഹനം മുറിച്ച് കിടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വാഹനത്തെ മറികടക്കാനായിട്ട് നമുക്ക് ഈ സിഗ്നൽ ഈ ഒരു റോഡ് ലൈൻ മുറിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പാടില്ല എന്നാണ് പറയുന്നത്. സോളിഡ് ലൈനുകളെ മുറിക്കുന്ന രീതിയിൽ ഓവർടേക്കിംഗ് ചെയ്യാൻ പാടില്ല. വളവുകൾ, മൂലകൾ, അതേപോലെ ട്രാഫിക് വ്യക്തമല്ലാത്ത സ്ഥലങ്ങളിലൊന്നും ഓവർടേക്കിംഗ് പാടില്ല. ജംഗ്ഷനുകൾ, കവലുകൾ, കാൽനട ക്രോസിങ്ങുകൾ പോലെ തിരക്കുള്ള ആളുകൾ റോഡിൽ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഓവർടേക്കിംഗ് പാടില്ല. ഇടുങ്ങിയ ക്യാരിയേജ് വേയിൽ, ചെറിയ ഇടുങ്ങിയ റോഡുകളിൽ, ഒരു വാഹനം അല്ല 2 വാഹനത്തിന് മാത്രം കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ആ ഇടുങ്ങിയ റോഡുകളിൽ
ഓവർടേക്കിംഗ് പാടില്ല. അതാണ് ക്യാരിയേജ് വേ, ഇടുങ്ങിയ ക്യാരിയേജ് വേ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇടുങ്ങിയ കലുങ്ക് അല്ലെങ്കിൽ ചെറിയ പാലത്തിൽ കൂടെ ഓവർടേക്കിംഗ് പാടില്ല. സ്കൂൾ സോൺ, സ്കൂളിലെ ഏരിയകൾ, ഹോസ്പിറ്റൽ സോൺ, ഫോണല്ല സോണാണ് കേട്ടോ, ഹോസ്പിറ്റലിൻ്റെ സോൺ, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ, മെയിൻ നെറ്റ് വർക്ക് എന്നൊക്കെ പറയുന്ന കൺസ്ട്രക്ഷൻ റോഡുകൾ, പണി നടക്കുന്ന സ്ഥലങ്ങൾ, അവിടെയൊന്നും ഓവർടേക്കിംഗ് പാടില്ല എന്നും ഈ ഒരു റെഗുലേഷനിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇപ്പം ഒരു വലത് പാതയിലോട്ട് നീങ്ങി ഓവർടേക്ക് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ നമുക്ക് വലത്തോട്ടുള്ള ഇൻഡിക്കേറ്റർ കാണിച്ച് ഓവർടേക്ക് ചെയ്യുകയും ഓവർടേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇടത് പാതയിലോട്ട് സുരക്ഷിതമായി വരികയും ചെയ്യുക എന്നും ഈ ഒരു റെഗുലേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓവർടേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു റെഗുലേഷനിൽ പറയുന്നത്. ഇനി അടുത്തത് റെഗുലേഷൻ 15 15-ൽ ട്രാഫിക് ചേരൽ അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ മേർജിങ്, ഒരു റോഡിലോട്ട് ട്രാഫിക് വന്ന് ചേരുന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു റെഗുലേഷനിൽ പറയുന്നത്. ആദ്യമായിട്ട് പറയുന്നത്, ഒരു ദേശീയ പാതയിലോ സംസ്ഥാന പാതയിലോ ഒരു പ്രധാന ജില്ലാ റോഡിലോ പ്രവേശിക്കുന്ന മോട്ടോർ വാഹനം പ്രധാന റോഡിലെ വാഹനങ്ങൾക്ക് ഗീവ് വേ നൽകുക. ദേശീയപാത, അതേപോലെ തന്നെ സംസ്ഥാന പാത, പ്രധാന ജില്ലാ പാത, ഇതൊക്കെ മെയിനായിട്ടുള്ള വലിയ രീതിയിലുള്ള ഗതാഗതം നടക്കുന്ന റോഡുകളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു റോഡിലോട്ട് ചെറിയൊരു റോഡിൽ നിന്ന് ചെന്ന് കയറുമ്പോഴത്തേന് നമ്മളെപ്പോഴും ആ ചെറിയ റോഡിൽ തന്നെ വാഹനം നിർത്തുകയും ആ മെയിൻ റോഡിലൂടെയുള്ള വാഹനങ്ങൾക്ക് ഗീവ് വേ നൽകുകയും വേണം. ഒരേ വിഭാഗത്തിലുള്ള 2 റോഡുകൾ ഒരു കവലയിൽ ഒരു വലതുവശത്തു നിന്നുമുള്ള മോട്ടോർ വാഹനങ്ങളുടെ ഡ്രൈവർക്ക് റൈറ്റ് ഓഫ് വേ ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞത് നമ്മളൊരു മെയിൻ റോഡിലോട്ട് വേറെ ഒരു ചെറിയ റോഡിൽ നിന്ന് ചെന്ന് ചേരുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരേപോലെയുള്ള റോഡുകൾ തമ്മിൽ മേർജ് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഒരേ വലിപ്പമുള്ള അല്ല ഒരേ രീതിയിലുള്ള ഒരേ ട്രാഫിക്കുള്ള റോഡുകൾ തമ്മിൽ മെർജ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ വലതുവശത്ത് നിന്ന്, ഇപ്പം നമ്മൾ ഒരു റോട്ടിൽ നിന്ന് കയറുവാണ്, അപ്പം വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് റൈറ്റ് ഓഫ് വേ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് മുൻഗണന നൽകേണ്ടതാണ്. പലതവണ പറഞ്ഞതാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രധാന റോഡുകളിലോട്ട് ചേരുന്നതിന് മുമ്പ് ആക്സിലറേഷൻ ലൈൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ആക്സിലറേഷൻ ലൈൻ എന്താണ്? ആക്സിലറേഷൻ ലൈൻ എന്ന് ആദ്യമായിട്ട് പഠിക്കണം. അപ്പം അത് പറഞ്ഞു തരണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെയാണ് ഒരു ഫിഗർ വരയ്ക്കാം. ഓക്കെ, ഇതൊരു വലിയ മെയിൻ റോഡാണ്. ഭയങ്കര ഒത്തിരി ലൈനൊക്കെ ഉള്ള വലിയ ട്രാഫിക്കുള്ള വാഹനങ്ങൾ സ്പീഡിൽ ഓടുന്ന ഒരു റോഡാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റോഡിലോട്ട് നമ്മളൊരു ചെറിയ റോഡിൽ നിന്ന് വന്ന് കയറുക. അപ്പം നമ്മൾ ചെറിയ റോഡിൽ നിന്ന് വന്ന് കയറുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ഈ ഒരു വാഹനം കയറുമ്പോൾ ഇവിടെ നമ്മുടെ വാഹനം വേഗത കുറവായിരിക്കും, അതിലേ ഓടുന്ന വാഹനങ്ങൾ വേഗത കൂടുതലായിരിക്കും. അപ്പം നമ്മളിങ്ങനെ വന്ന് ഈ ഒരു ചെറിയ റോഡിലോട്ട് കയറുമ്പോഴത്തേന് ഈ വാഹനത്തിൻ്റെ സ്പീഡ് ബാക്കിയുള്ള വാഹനങ്ങളുടെ, ആ റോട്ടിൽ കൂടെ നേരത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ വേഗത കുറയാനും ബ്ലോക്ക് ഉണ്ടാകാനും ഒക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന ആക്സിലറേഷൻ ലൈൻ എന്ന് പറയുന്നത്. ആ ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് നമുക്ക് വേണ്ടിയിട്ട്, ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റ് ഒരു ഫിഗർ കാണിക്കാം, എന്നാലേ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ ഒരു ഫിഗറിൽ, ഈ ആദ്യത്തെ ഒരു ഫിഗറിൽ കാണുന്നതാണ്, ഇതാണ് ആക്സിലറേഷൻ ലൈൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ ലൈൻ ഇപ്പം നോക്കിയാൽ കാണാം, ഇവിടെ ഒരു കാറ്, നമ്മുടെ ഇതാണ് മെയിൻ റോഡ്. ഈ മെയിൻ റോഡിൽ കൂടെ ഒരു വാഹനങ്ങൾ പോകുന്നുണ്ട്. മെയിൻ റോഡിൻ്റെ ഗതാഗതമാണ് ഈ കാണുന്നത്. നമ്മളിവിടെ ഒരു ഇട റോഡിൽ നിന്ന് ഒരു വാഹനം വന്ന് ചേരുമ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു ഇടത് പാതയുണ്ട്. ഈ പാതയിൽ കൂടെ ഓടി നമ്മുടെ വാഹനത്തിൻ്റെ വേഗത കൂട്ടി അതിനുശേഷം ഈ ഒരു മെയിൻ റോഡിലുള്ള വാഹനത്തിൻ്റെ വേഗതയുടെ സെയിം ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു മെയിൻ റോഡിലോട്ട് പ്രവേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു ഇട റോഡിൽ നിന്ന് വന്ന് കയറുമ്പോഴും ആ ഒരു മെയിൻ റോഡിലോട്ട് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു വേഗത കുറവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ആക്സിലറേഷൻ ലൈൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ താഴെ കാണുന്ന ഫിഗർ എന്ന് പറയുന്നത് ഒരു ഡീസലറേഷൻ ലൈനാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു മെയിൻ റോഡിൽ നിന്ന് ഇട റോഡിലോട്ട് പോകുമ്പോഴത്തേന് ഈ മെയിൻ റോഡിൽ തന്നെ വെച്ച് വേഗത കുറയ്ക്കുമ്പം ബാക്കി പുറകെ വരുന്ന വാഹനങ്ങൾക്കും വേഗത കുറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡീസലറേഷൻ ലൈനുണ്ട്. അതിലോട്ട് പ്രവേശിച്ച ശേഷം പതുക്കെ വാഹനത്തിൻ്റെ വേഗത കുറച്ചതിന് ശേഷം ഇട റോഡിലോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ആക്സിലറേഷൻ ലൈനും ഡീക്സലറേഷൻ ലൈനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആക്സിലറേഷൻ ലൈൻ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് വേഗത കൃത്യമായ ശേഷം മാത്രം മെയിൻ റോഡിലോട്ട് പ്രവേശിക്കുക. അതേപോലെ തന്നെ കൂടിച്ചേരൽ സമയത്ത് ഡ്രൈവർ മിറർ വ്യക്തമായി നോക്കേണ്ടതാണ്. അതിനൊപ്പം വ്യക്തമായ സിഗ്നലുകൾ നൽകണം. നമ്മളൊരു റോഡിലോട്ട് വാഹനം കൂടിച്ചേരുമ്പോൾ അല്ലെങ്കിൽ മെർജ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ അതിനായിട്ടുള്ള ഉചിതമായിട്ടുള്ള സിഗ്നൽ നൽകുക. അതിനുശേഷം ആ ഒരു മെർജിങ് നടത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു അവസാനത്തെ പോയിൻ്റായിട്ട് പറയുന്നത്.
ഓക്കെ. അതേപോലെ തന്നെ മിറർ ഉപയോഗിക്കണം. കൃത്യമായിട്ട് മിറർ പുറകെ വരുന്ന വാഹനങ്ങളെ മിറർ ഉപയോഗിച്ച് നിരീക്ഷിച്ച ശേഷമാണ് ഈ ഒരു പ്രോസസ്സൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതിനകത്ത് പുതുതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആക്സിലറേഷൻ ലൈനും ഡീസെലറേഷൻ ലൈനും. ക്ലിയർ ആയല്ലോ? ആക്സിലറേഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരു എക്സ്ട്രാ ഒരു വഴി കാണും. അതിലൂടെ ഓടിച്ച് നമുക്ക് വേഗത കൃത്യമാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു വേഗത എത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ മെയിൻ റോഡിലോട്ട് പ്രവേശിച്ചാൽ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഡിലേ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വേഗത കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡീസെലറേഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇനി റെഗുലേഷൻ 16 വേഗതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെഗുലേഷനാണ് റെഗുലേഷൻ 16. നമുക്കിതിനകത്ത് ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നത് വാഹനം നിയന്ത്രിക്കാവുന്ന വേഗതയിൽ മാത്രമേ ഓടിക്കാവൂ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രൈവർക്കേ അറിയത്തുള്ളൂ. അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ലോഡ്, അതേപോലെ തന്നെ ട്രാഫിക്ക്, കാണാൻ പറ്റുന്ന ദൃശ്യത്തിൻ്റെ പരിധി, കാലാവസ്ഥ, അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം എപ്പോഴും ഒരു ഡ്രൈവർ പരിഗണിച്ച് സുരക്ഷിതമായ ഒരു വേഗതയിൽ മാത്രമേ വാഹനം ഓടിക്കാനായിട്ട് സാധ്യതയുള്ളൂ, വാഹനം ഓടിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ സാഹചര്യങ്ങൾ മോശമായിരിക്കുമ്പോൾ വാഹനങ്ങൾ കുറഞ്ഞ വേഗതയിൽ ഓടിക്കുക. സാഹചര്യങ്ങൾ മോശമായിരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞ് വരാം, മഴ, മഞ്ഞുവീഴ്ച, കൊടുങ്കാറ്റ്, അതേപോലെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ, ട്രാഫിക്, അതേപോലെയുള്ള മോശമായ സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ കുറഞ്ഞ വേഗതയിൽ വാഹനം ഓടിക്കുക. ഒരു ഡ്രൈവറും മതിയായ കാരണമില്ലാതെ സാധാരണ ഗതാഗതത്തിന് തടസ്സമാകുന്ന രീതിയിൽ പതുക്കെ വാഹനം ഓടിക്കാനായിട്ട് പാടില്ല. അപ്പം നമുക്ക് പറയുന്നത് ഒരു വാഹനത്തിന് ഒരു വേഗത എന്ന് പറയുന്നത് കൂടുതൽ പോയാൽ മാത്രമല്ല പ്രശ്നം. നമ്മളൊരു നോർമലായിട്ടുള്ള ഒരു റോഡിൽ അതിലൂടെ പോകുന്ന ഒരു സ്പീഡ് വളരെ കുറവാണെന്നുണ്ടെങ്കിലും ആ ഒരു റോഡിൽ യാത്ര ചെയ്യുന്ന ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ, വളരെ കുറഞ്ഞ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള ഒരു വേഗതയിൽ തന്നെ വാഹനം ഓടിക്കണം. അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു വേഗതയിൽ താഴെയും വാഹനം ഓടിക്കാനായിട്ട് പാടില്ല. അപ്പം പുറകെ വരുന്ന വാഹനങ്ങൾക്കെല്ലാം ആ ഒരു അവരുടെ ഈ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് കുറയ്ക്കേണ്ടതായിട്ട് വരും. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. അതേപോലെ തന്നെ അതുകൊണ്ടാണ് പറയുന്നത് ഒരു പരിധിയിൽ പതുക്കെയുള്ള സ്പീഡിൽ വാഹനം ഓടിക്കാനായിട്ട് പാടില്ല. ഒരു ഡ്രൈവറും മണിക്കൂറിൽ 25 കിലോമീറ്റർ അല്ലെങ്കിൽ റോഡ് സൈനേജിൽ വ്യക്തമാക്കിയിരിക്കുന്ന വേഗതയിൽ കൂടിയ വേഗതയിൽ കൺസ്ട്രക്ഷൻ സൈറ്റ്, സ്കൂള്, ആശുപത്രി, അപ്പോൾ ഓർക്കുക, ആശുപത്രി, സ്കൂള്, കൺസ്ട്രക്ഷൻ സൈറ്റിലൂടെയൊക്കെയുള്ള വേഗത എത്രയാണ്? 25 കിലോമീറ്റർ ആണ് സാധാരണഗതിയിൽ. അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും സൂചകം ഉപയോഗിച്ച് ഇത്ര 30 കിലോമീറ്റർ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 30 കിലോമീറ്ററിൽ ഓടിക്കാനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം 25 കിലോമീറ്റർ വേഗതയിലാണ് സ്കൂൾ സോണ്, ഹോസ്പിറ്റൽ സോണ്, അതേപോലെ തന്നെ ആശുപത്രി വഴിയൊക്കെ വാഹനം ഓടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് റെഗുലേഷൻ 16 വേഗതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. വേഗത നമ്മുടെ റോഡിൽ പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ വേഗതയിൽ ഓടിക്കരുത്. കുറഞ്ഞൊരു വേഗതയിൽ താഴെയുള്ള വേഗതയിൽ ഓടിച്ച് വാഹനത്തിന് ബ്ലോക്കുകളോ കാര്യങ്ങളോ ഉണ്ടാക്കരുത്. പിന്നെ സാഹചര്യങ്ങളനുസരിച്ച് വാഹനത്തിൻ്റെ വേഗത നിയന്ത്രിക്കുക. പിന്നെ കൺസ്ട്രക്ഷൻ സോണ്, ആശുപത്രി, അതൊക്കെ ഓർത്ത് വെക്കുക. അവിടെ ഒരു 25 കിലോമീറ്റർ വേഗതയാണ് ക്വസ്റ്റ്യൻ വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. സ്കൂൾ സോൺ, ആശുപത്രി, കൺസ്ട്രക്ഷൻ സൈറ്റിലൂടെയൊക്കെയുള്ള വേഗത എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്ററാണ്. ഇനി അടുത്തത് റെഗുലേഷൻ 17 സുരക്ഷിതമായിട്ടുള്ള അകലത്തെപ്പറ്റി പറയുന്ന വാഹനങ്ങൾ തമ്മിലുള്ള സുരക്ഷിതമായിട്ടുള്ള അകലം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെഗുലേഷനാണ് റെഗുലേഷൻ 17 എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ടൊരു എല്ലാവർക്കും ഉള്ളൊരു സംശയം, ഒരു വാഹനത്തിൻ്റെ പുറകിൽ എത്ര മീറ്റർ അകലെയാണ് വേറൊരു വാഹനം ഓടിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു കൃത്യമായ ഒരു അകലമില്ല. നമുക്ക് ഒരു വാഹനത്തിൻ്റെ സ്പീഡും വേഗതയൊക്കെ വെച്ചിട്ട് നമുക്കൊരു വാഹനം, ഫ്രണ്ടിലുള്ള ഒരു വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാലും അതിൽ ഇടിക്കാൻ പറ്റാത്ത ഒരു ദൂരം, ഫിക്സഡ് ദൂരം ഇട്ടാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടത്. അതിന് ഇത്ര അകലമൊന്നുമില്ല. അത് വേഗതയും, ഇപ്പം വേഗത കുറഞ്ഞ റോഡിൽ വാഹനം അടുപ്പിച്ചടുപ്പിച്ച് ഓടിക്കാം. പക്ഷേ നല്ല സ്പീഡുള്ള വഴി കൂടെ വാഹനങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാഹനം ഇടിക്കും. അപ്പോൾ ഓരോ റോഡും ട്രാഫിക്കും ഒക്കെ അനുസരിച്ച് അതിന് വ്യത്യാസം വരും. അത് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് വാഹനങ്ങൾ തമ്മിൽ ഇടിക്കാൻ ബ്രേക്കിംഗ് നടന്നാലും, പെട്ടെന്നൊരു സഡൻ ബ്രേക്കിംഗ് നടന്നാലും വാഹനങ്ങൾ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അകലം എന്നാണ് അതിനകത്ത് പറയുന്നത്. അതാണ് വാഹനങ്ങൾ തമ്മിൽ മതിയായ അകലം പാലിക്കണം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ പെട്ടെന്നുള്ള ബ്രേക്കിംഗ് അരുത്. നമ്മൾ ഫ്രണ്ടിൽ പോണ വാഹനം പെട്ടെന്ന് ബ്രേക്ക് വിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? പെട്ടെന്നായിട്ട് ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ ബ്രേക്ക് ചെയ്യണം എന്നിരുന്നാലും അല്ലാതെ പെട്ടെന്നുള്ള ബ്രേക്കിംഗ്, അനാവശ്യമായിട്ടുള്ള പെട്ടെന്നുള്ള ബ്രേക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പുറകെയുള്ള വാഹനങ്ങൾ അതിൽ ഇടിക്കാനും അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നുള്ള ബ്രേക്കിംഗ് നടത്താനായിട്ട് പാടില്ല.
അടുത്തായിട്ട് പറയുന്നത് പ്രതികൂല സാഹചര്യങ്ങൾ, മഞ്ഞ്, മൂടൽമഞ്ഞ്, പിന്നെ മഴ, അതേപോലെയുള്ള സാഹചര്യങ്ങളിൽ സാധാരണ നല്ല സാഹചര്യങ്ങളിൽ നമ്മൾ എത്ര ദൂരമാണോ എടുക്കുന്നത് അതിലും കൂടുതൽ ദൂരം നമ്മൾ എടുക്കണം. കാരണം ട്രാഫിക് വ്യക്തമല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ വാഹനത്തിൻ്റെ അടുത്ത് ചെന്നാലേ ചിലപ്പം വാഹനത്തെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വേഗത കുറയ്ക്കുകയും അതേപോലെ തന്നെ വാഹനങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുകയും വേണമെന്ന് ഈ റെഗുലേഷനിൽ പറയുന്നുണ്ട്. ഇനി അടുത്തത് റെഗുലേഷൻ 18 പിന്നിലോട്ടുള്ള ഡ്രൈവിംഗ് അല്ലെങ്കിൽ വാഹനം പുറകോട്ട് ഓടിക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു റോഡിലോ പാർക്കിങ്ങിലോ മറ്റേതെങ്കിലും പൊതുസ്ഥലത്തോ ഒരു മോട്ടോർ വാഹനത്തിൻ്റെ ഡ്രൈവർ വാഹനം പിന്നിലോട്ട് ഓടിക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ഒരു സ്ഥലത്തും പൊതു റോഡിലും വാഹനം പിന്നോട്ട് ഓടിക്കാനായിട്ട് പാടില്ല. അതായത് ഒരു ട്രാഫിക്കിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ വാഹനം നമ്മൾ ഇതിനെവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ വാഹനം തിരിക്കാനായിട്ടുള്ള പിന്നോട്ടുള്ള ഡ്രൈവിംഗ് അല്ല, അല്ലാതെ വാഹനം പുറകോട്ട് നോക്കി ഇങ്ങനെ കൂടുതൽ ദൂരം ഓടിക്കുന്ന ആ ഒരു സംഭവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരിക്കലും വാഹനം ഒരു ആവശ്യമില്ലാത്ത സന്ദർഭത്തിൽ വാഹനം പുറകോട്ട് ഓടിക്കാനായിട്ട് പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതിപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ട്, നമ്മുടെ വാഹനം തിരിക്കണമെങ്കിലും മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് ആവശ്യമാണെങ്കിലും നമുക്ക് വാഹനം സുരക്ഷിതമായി പുറകോട്ട് ശ്രദ്ധിച്ച് വേഗത കുറച്ച് ഓടിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ ചുമ്മാ വാഹനം പുറകോട്ട് ഓടിക്കാനായിട്ട് പാടില്ല എന്നാണ് ഈ റെഗുലേഷനിൽ പറയുന്നത്. ഇനി അടുത്തത്, ഒരു മോട്ടോർ വാഹനവും പൊതു റോഡിൽ വിപരീത ദിശയിൽ ഓടിക്കാനായിട്ട് പാടില്ല. നമ്മൾ സാധാരണ വാഹനം ഫ്രണ്ടിലോട്ട് ഓടിക്കുന്നു, അതിന് വിപരീതമായിട്ടുള്ള ദിശയിൽ വാഹനം ഓടിക്കാനായിട്ട് പാടില്ല എന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. അതേപോലെ തന്നെ വൺ വേയിൽ വാഹനം പിറകോട്ട് ഓടിക്കാനായിട്ട് പാടില്ല. വൺ വേ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലോട്ട് വാഹനം ഓടിക്കുക, അപ്പോൾ അങ്ങോട്ട് മാത്രം വാഹനം ഓടിക്കുക, അതിൻ്റെ പിറകോട്ട് വാഹനം ഓടിക്കാനായിട്ട് പാടില്ല എന്നും ഈ ഒരു റെഗുലേഷൻ 18 പറയുന്നു. ഓക്കെ, സാധാരണയായിട്ട് ചുമ്മാ ഒരു ആവശ്യമില്ലാതെ വാഹനം പിന്നോട്ട് ഓടിക്കരുത്. ഒരു പാർക്കിങ്ങിലോ ഒരു റോഡിലോ പൊതുസ്ഥലത്തോ ഒന്നും ആവശ്യമില്ലാതെ വാഹനം പുറകോട്ട് ഓടിക്കാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ വിപരീത ദിശയിൽ വാഹനം ഓടിക്കരുത്. പൊതു റോഡിൽ വിപരീത ദിശയിൽ വാഹനം ഓടിക്കരുത്. പിന്നെ വൺ വേ എന്ന് അടയാളപ്പെടുത്തിയിട്ട് റോഡുകളിൽ അല്ലെ വൺ വേകളിൽ വാഹനം പുറകോട്ട് ഓടിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ റെഗുലേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ബാക്കി റെഗുലേഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അവിടം വരെ ബൈ.